2027 ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ മുഖാന്തിരം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്ന അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ 2 തരത്തിലുള്ള ഹജ്ജ് യാത്രാ പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് നോർമൽ ഹജ്ജ് പാക്കേജ് 40 ദിവസം നീണ്ടു നിൽക്കുന്ന. രണ്ടാമത്തേത് ഷോർട്ട് ഹജ്ജ് പാക്കേജ് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഹജ്ജ് യാത്രാ പാക്കേജ്. ഹജ്ജിന് അപേക്ഷിക്കുന്നവരെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ 5 കാറ്റഗറികളായി തിരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 65 ഏജ് പ്ലസ് കാറ്റഗറി. അതായത് 2026 ജൂൺ 22 65 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള, ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്ത, കൂടാതെ 18നും 65 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള, ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള ഒരു സഹായി നിർബന്ധമാണ്. ആ സഹായി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മകൻ അല്ലെങ്കിൽ മകൾ, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, മരുമകൻ അല്ലെങ്കിൽ മരുമകൾ, പേരമകൻ അല്ലെങ്കിൽ പേരമകൾ, സഹോദര പുത്രൻ അല്ലെങ്കിൽ സഹോദര പുത്രി, ഇവരിൽ ആരെങ്കിലും ആയിരിക്കണം ഏറ്റവും അടുത്ത ബന്ധുവായി, സഹായിയായി അപേക്ഷയിൽ കാണിക്കേണ്ടത്. ഇനി 65 വയസ്സ് പൂർത്തിയായിട്ടുള്ളവരാണ് എങ്കിൽ അവർക്ക് 2 നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സഹായിയോടൊപ്പം പരമാവധി 4 പേർക്ക് വരെ ഒരു കവറിൽ ഒരു ടീമായിട്ട് അപേക്ഷിക്കാം. രണ്ടാമത്തെ ജനറൽ കാറ്റഗറി, അതായത് 65 വയസ്സ് പ്ലസ് കാറ്റഗറിയിലും ലേഡീസ് വിതൗട്ട് മെഹറം 65 പ്ലസ് കാറ്റഗറിയിലും ലേഡീസ് വിതൗട്ട് മെഹറം 45 പ്ലസ് കാറ്റഗറിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്തവരാണ് ജനറൽ കാറ്റഗറിയായി പരിഗണിക്കുന്നത്. ഇനി ലേഡീസ് വിതൗട്ട് മെഹറം 65 പ്ലസ് കാറ്റഗറി എന്താണെന്ന് നോക്കാം. അതായത് 22/6/2026 65 വയസ്സ് പൂർത്തിയായിട്ടുള്ള, എന്നാൽ യാത്രയ്ക്ക് കൂടെ പോകുവാൻ അനുവദിക്കപ്പെട്ട പുരുഷ മെഹറം ഇല്ലാത്ത സ്ത്രീകൾക്ക് 45 വയസ്സ് പൂർത്തിയായ, 60 വയസ്സ് കവിയാത്ത ഒരു സ്ത്രീ സഹായി നിർബന്ധമാണ് ഈ കാറ്റഗറിയിൽ. ഇങ്ങനെ 2 65 വയസ്സ് പൂർത്തിയായ പുരുഷ മെഹറം കൂടെയില്ലാത്ത അപേക്ഷകരോടൊപ്പം ഇപ്പോൾ പറഞ്ഞ 2 സ്ത്രീ സഹായിയോടൊപ്പം ഒരു കവറിൽ പരമാവധി 4 പേർക്ക് വരെ അപേക്ഷിക്കാം. ഇനി ലേഡീസ് വിതൗട്ട് മെഹറം 45 പ്ലസ് കാറ്റഗറി ഏതാണെന്ന് നോക്കാം. കൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള പുരുഷ മെഹറം ഇല്ലാത്ത 22/6/2026 45 വയസ്സ് പൂർത്തിയായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരു കവറിൽ 5 പേർക്ക് വരെ അപേക്ഷിക്കാം. അപേക്ഷകൻ ആദ്യമായി ഏത് ഹജ്ജ് പാക്കേജിൽ അപേക്ഷിക്കണം, അതായത് നോർമൽ 40 ഡേയ്സ് പാക്കേജോ ഷോർട്ട് 20 ഡേയ്സ് പാക്കേജോ ഏതാണെന്ന് തീരുമാനിച്ച് അവന് സ്യൂട്ടബിൾ ആകുന്ന കാറ്റഗറി തിരഞ്ഞെടുത്ത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഹജ്ജ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഇനി പറയുന്ന രേഖകൾ: സ്കാൻഡ് കോപ്പി
ഇനി പറയുന്ന ഫോർമാറ്റിൽ തയ്യാറാക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, നേരത്തെ പറഞ്ഞ 2027 ഡിസംബർ 31 വരെ കാലാവധിയുള്ള മെഷീൻ റീഡബിൾ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ മുൻപത്തെ പേജും ഏറ്റവും പിറകിലെ പേജിൻ്റെയും സ്കാൻഡ് കോപ്പി, അതായത് 1200 × 800 പിക്സൽ PX അല്ലെങ്കിൽ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റ് 100 മുതൽ 500 വരെയുള്ള KB ആ ഫോർമാറ്റ്. രണ്ടാമത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. 480 × 640 PX അല്ലെങ്കിൽ JPG അല്ലെങ്കിൽ JPEG 5 മുതൽ 20 വരെയുള്ള KB ഫോർമാറ്റ്. അടുത്തത് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെയും അല്ലെങ്കിൽ ചെക്ക് ലീഫിൻ്റെ ക്യാൻസൽഡ് ചെയ്ത ചെക്ക് ലീഫിൻ്റെയും അതുപോലെ അഡ്രസ് തെളിയിക്കുന്ന രേഖയും ഇനി പറയുന്ന ഫോർമാറ്റിൽ സൂക്ഷിക്കണം. 590 × 750 PX അല്ലെങ്കിൽ JPG അല്ലെങ്കിൽ JPEG 80 മുതൽ 250 വരെയുള്ള KB ഫോർമാറ്റ്. അതോടൊപ്പം തന്നെ അപേക്ഷകന്റെ മൊബൈൽ ഫോൺ നമ്പർ, അപേക്ഷകന്റെ ഇമെയിൽ അഡ്രസ് നിർബന്ധമാണ്. ഇമെയിൽ അഡ്രസ് അപേക്ഷകൻ ഇല്ല എങ്കിൽ ഒരു പുതിയ ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇത്തരത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്കാൻഡ് ഫോർമാറ്റുകളുമായി ബന്ധപ്പെട്ട രേഖകളുടെ ഹജ്ജ് ആപ്ലിക്കേഷൻ ഹജ്ജ് വെബ്സൈറ്റിലോ ഹജ്ജ് സുവിധ ആപ്പിലോ ഹജ്ജ് സുവിധ മൊബൈൽ ആപ്പിലോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. 2027 ഹജ്ജിനുള്ള അപേക്ഷ അയക്കുവാനുള്ള കാലപരിധി ഈ 2026 ജൂൺ 22 മുതൽ 2026 ജൂലൈ 20 വരെയാകുന്നു. ഹജ്ജിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റായ www.hajjcommittee.gov.in എന്ന സൈറ്റിലും ഹജ്ജ് സുവിധ എന്ന മൊബൈൽ ആപ്പിലൂടെയും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്.